ദേവി മഹാമായി ഒക്കെ ഒരുവിധം നന്നായി കഴിഞ്ഞു. കമ്മിറ്റിക്കാരുണ്ടായിട്ടെന്താ, എല്ലാ ദിക്കിലും ഓടിപ്പായാൻ ഞാൻ തന്നെ വേണം. മേലൊക്കെ തോന്നു. നിറകൂടം തുളുമ്പില്ല എന്ന് പഴയ ആളോട് പറയണത് വെറുതെയല്ല. താൻ വലിയൊരാളാണെന്ന് ഒരു ഭാവം വേണ്ടേ? ഇനി കോഴിക്കോട്ട് വരുമ്പോ നിശ്ചയമായിട്ടും വീട്ടിൽ വരണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വേണു. ഒരു നേരം ഉണ്ണാൻ വിളിക്കായിരുന്നു. ഈ ബഹളത്തിനിടയ്ക്ക് ഒന്നും ശരിയായില്ല. മാഷയുടെ കസ്റ്റഡി നിൽക്കുമ്പോ എങ്ങനെയാ അതിർത്തിടുകയെന്ന് സംശയിച്ചിട്ടാ. കാര്യമുണ്ടായിരുന്നു. ഇതൊരു നിമിത്താണെന്ന് ഒരു തോന്നൽ. നമ്മുടെ ദേവിക്ക് ഒന്ന് ആലോചിച്ചാൽ എന്താ? അയ്യോ, വെറുതെ നാണം കിടണ്ട. അവരൊക്കെ വലിയ കോടീശ്വരന്മാരാ, വെറും പണക്കാരല്ല എന്നല്ലേ നിങ്ങൾ തന്നെ പറഞ്ഞത്? പണത്തെപ്പറ്റി വേണു പറഞ്ഞ എന്താണെന്ന് കേൾക്കണോ? ദൈവം തൽക്കാലത്തെ സൂക്ഷിപ്പുകാരായി ചില ഏൽപ്പിക്കുന്നു. അവര് നോക്കി നടത്താൻ പറ്റാത്തവരെന്ന് കണ്ടാൽ അങ്ങനെ തന്നെ എടുത്ത് വേറെ കൊടുക്കുന്നു. ആലോചിച്ച ശരി തന്നെയല്ലേ? അതാ പറഞ്ഞത്. ചെറുപ്പാണെങ്കിലും അഹങ്കാരമില്ല. മനസ്സിന് നല്ല ഇരുത്തം വന്ന ആളാണെന്ന് ഓരോ വാക്കിന്നും എനിക്ക് ബോധ്യായി. ആലോചിക്കണേൽ എന്താ അപകടം? അയാൾക്ക് താല്പര്യമാവുന്ന എന്റെ ഒരു തോന്നൽ. മണി ഓർഡർ ആയിട്ട് അടുത്ത മാസം മുതൽ കാശെത്തും. വേറെ എന്തെങ്കിലും ആവശ്യം തോന്നിയാൽ ദേവിയോട് പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ നടക്കട്ടെ, ഞാൻ അന്വേഷിക്കും. നാളെ പോകുന്നു. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം ചെയ്യാമെന്ന് വെച്ചു. കാശ് അകത്തെടുത്ത് വെച്ചേക്കൂ. ദേവിക്കുട്ടിയെ കല്യാണം കഴിക്കാൻ പോണ ആളാ അല്ലേ? അയ്യോ, വല്യമ്മ എന്തൊക്കെയായി പറയണേ? എനിക്ക് കണ്ടാൽ അറിഞ്ഞൂടെ, ഈ മോന്റെ നല്ല മനസ്സാ. ദൂരത്തേക്ക് പോയാലും ഇടയ്ക്ക് വരണം. വരില്ലേ? രണ്ടാളും കൂടിയിട്ട് വരണം. ഞാൻ പോവാ വല്യമ്മേ. ആ, തള്ള ഒരു ഭ്രാന്ത് പറഞ്ഞേന്. എന്താ പറയാ? ഒന്നുമില്ല. ഒരു കാര്യം പറഞ്ഞാ ഒന്നും തോന്നരുത്. അച്ഛൻ ചിലപ്പോ കോഴിക്കോട്ട് വന്നൂന്ന് വരും. അതിനെന്താ, വരട്ടെ. പ്രത്യേകമായിട്ട് ഞാൻ വല്ലതും ചെയ്യണുണ്ടോ? ചിലപ്പോ ഈ വല്യമ്മ പറഞ്ഞ പോലെ വല്ലതൊക്കെ പറഞ്ഞൂന്നും വരും അച്ഛനും. ഓ, അത് ശരി. എന്തെങ്കിലും പറഞ്ഞ് ഒഴിയണം എന്നല്ലേ? ഓർമ്മിക്കാം. അച്ഛനോട് പറയാൻ മടിയുള്ളത് വല്ലതുകൊണ്ടേ പറഞ്ഞോളൂ. തന്ത്രപൂർവ്വം ഞാൻ പ്രസന്റ് ചെയ്യാം.
ആരെയാണ് കണ്ടുവച്ചിട്ടുള്ളത്? ഞാനാരെയും കണ്ടുവച്ചിട്ടൊന്നുമില്ല. അതല്ല പറഞ്ഞത്. പിന്നെ? അപമാനിക്കരുത്. ഈ നാട്ടിന്ന് ഒന്നുമില്ലാത്ത ഒരാള്, ഒന്നുമില്ലാത്തൊരു പെണ്ണിന്റെ കാര്യവും പറഞ്ഞു വന്നാൽ തന്നെ അപമാനിക്കരുത്. ഞങ്ങൾക്ക് അത്രയ്ക്കുള്ള സ്ഥിതിയൊന്നും ഇല്ലാന്നും അറിയാം. പക്ഷേ അച്ഛനോടത് പറയാൻ എനിക്ക് വയ്യല്ലോ. മകളുടെ സമ്മതമൊന്നും അച്ഛന്മാർ ചോദിക്കുന്ന പതിവൊന്നും ഇല്ലേ ഇവിടങ്ങളിലൊക്കെ? മകൾക്ക് എത്ര സമ്മതാച്ചാലും ചെല്ലുന്ന സ്ഥലത്ത് വലിയ കാര്യമൊന്നും ഇല്ലെന്നും അറിയാം. അതുകൊണ്ടാ പറഞ്ഞത്, അപമാനിക്കാണ്ടേ അയച്ചാ മതി അച്ഛനെന്ന്. ആയതൊക്കെ എടുത്തോളൂ. അച്ഛനെപ്പോഴും ഗാന്ധിയനാ. മദ്യം എന്നൊക്കെ കേട്ടാൽ അതാ അപ്പുണ്ണിയേട്ടൻ ഇവിടെ ആക്കിയത്. അപ്പുണ്ണിയേട്ടന്റെ വക വല്ലപ്പോഴും അല്ല ഇങ്ങനെ ഒന്ന് തരാവുള്ളൂ. അപ്പൊ എന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോ മാലേച്ചി ഒന്ന് കണ്ണടച്ചോളൂ. അതെ അതെ, എപ്പോഴെങ്കിലും കിട്ടണതല്ലേ വെച്ചിട്ട് എടുത്തു മോന്തി അവിടെ ചെന്ന് അച്ഛന്റെ മുമ്പിലെങ്ങാനും വട്ടം തിരിഞ്ഞാലുണ്ടല്ലോ. എന്നാലേ കാശ് മുതലാക്കാൻ കഴിയുന്നത്ര സ്വന്തം വയറ്റിലെത്തട്ടെ വെച്ചിട്ട് പൂശാൻ പോണത് വേറൊരാളാണ്. അവിടെ മതി പോണി. കുട്ടികളെവിടെ? അപ്പുറത്ത് വലിയ മുത്തച്ഛന്റെ കൂടെ എന്ന് വരുന്ന നാമം ചൊല്ലണമെന്നാ നിയമം. ആരാ? കൊറേ കേട്ടാ അറിഞ്ഞൂടെ? നമ്മുടെ എഴുത്തച്ഛനാ. ഒരു തുള്ളി അതിന് കൊടുത്തേക്ക്. മതി എഴുത്തച്ഛാ, മനസ്സിലായി. കുറച്ച് ക്ഷയം പിടിക്കണ്ട. എഴുത്തച്ഛന് എത്ര വേഗം മണം കിട്ടിയത്? ശിവൻകുട്ടി വരുമ്പോഴായിരുന്നു രസം. എന്തെല്ലാം ജാതി കുപ്പികള്. എത്ര കൊല്ലേ, ഇപ്പോഴും സമയം കൃത്യം. അല്ല, അങ്ങനെ സ്നേഹമുള്ളൊരു കുട്ടി ഈ ദേശത്ത് ഉണ്ടായില്ല. മാലതി, കൊണ്ടാട്ടമുളക് വേണത്ര വേണുവിന്. വേഗം മറക്കൂ. മാലേച്ചി കേട്ടില്ലല്ലോ. വേണുവേട്ടൻ കല്യാണം കഴിക്കുന്നു ഉടൻ. അത് തീരുമാനിച്ചു. ഈ പ്രദേശത്ത് മതി നിശ്ചയിച്ചു കഴിഞ്ഞു. പോരെ? നമുക്ക് പൊടി പൊടിക്കണം. ആരായാലും പറഞ്ഞോളൂ. ബാക്കി കാര്യങ്ങള് ദാ ഇവർ രണ്ടാളും ഏറ്റു. ഞാനുണ്ട്. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. വെറുതെ പെട്ടെന്ന് തോന്നിയതാണ്. വേറെ ആരുമല്ല, നിന്റെ രാക്ഷസനില്ലേ പഞ്ചായത്ത് പ്രസിഡന്റ്, അവരുടെ മകൾ. നിങ്ങൾക്കൊന്നും എതിരില്ലെങ്കിൽ ആലോചിച്ചോളൂ. എതിര്? എന്തിനെതിര്? ഞാൻ പോയി കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി. അതോ അച്ഛൻ സംസാരിച്ചാൽ മതി? അതാണ് ഭംഗി. അതെ അതെ, അതാ ശരി. ചേഴ്സ്. ഒന്നുകൂടെ ഒഴിക്ക്. അങ്ങനെ വരട്ടെ. ഞാനിന്ന് എറണാകുളത്ത് പോയി നാളെ ഉച്ചയ്ക്ക് ഓഫീസിലെത്തും. നീ രാവിലെ പുറപ്പെടില്ലേ? അപ്പൊ ശരി.